നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവരാത്രി കാലം ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ്. ദേവി ഉപാസനയ്ക്കും ദേവി പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇത്തവണത്തെ നവരാത്രി വ്രതം 2024 ഒക്ടോബർ 3-ാം തീയതി മുതൽ ഒക്ടോബർ 13-ാം തീയതി വരെയാണ് ആഘോഷിക്കുന്നത്. അമാവാസി നാൾ മുതൽ വ്രതം തുടങ്ങുന്നതും ഉത്തമമാണ്. പൊതുവെ നവരാത്രി കാലത്ത് ആദ്യ 3 ദിവസം പാർവതി ദേവിക്കും അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും അവസാന 3 ദിനം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കാറുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങൾ ഉള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. 9 ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർക്ക് 7, 5, 3, 1 എന്നീ ക്രമത്തിലും വ്രതം അനുഷ്ഠിക്കാമെന്ന വിധിയുണ്ട്. കേരളത്തിൽ സപ്തമി, അഷ്ടമി, നവമി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഈ 3 ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. എങ്കിലും 9 ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായി കണക്കാക്കുന്നത്. ഈ ദിനങ്ങളിൽ ഭദ്രദീപം, അതായത് 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക. സർവ്വൈശ്വര്യത്തിനാണ് ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നത്. ഈ 2 തിരികൾ കൈകോപ്പുന്ന വിധത്തിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് ദിശകളിൽ തിരിയിടുക. വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം വടക്ക് കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിയിക്കണം. ശേഷം പ്രദക്ഷിണമായി കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ക്രമത്തിൽ വിളക്ക് തെളിയിക്കാം. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് നവരാത്രി കാലം. ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കണം. ലളിതാ സഹസ്രനാമജപം അത്യുത്തമമാണ്. മത്സ്യമാംസാദികൾ വർജിക്കുക. സാധ്യമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായി ചുരുക്കാവുന്നതുമാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധി ഉണ്ടാവണം. 9 ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും ശ്രേഷ്ഠമാണ്. ദേവീ പ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നവരാത്രി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭക്തിയോടുകൂടി ദേവി പൂജ ചെയ്യുന്നവർക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതാണ്. കൂടാതെ ദുർഗാദേവി നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യം, സമ്പത്ത്, ജ്ഞാനം, വിജയം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി സർവ്വ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദേവി നമ്മെ സംരക്ഷിക്കുന്നതുമാണ്. ദക്ഷിണേന്ത്യയിൽ മഹിഷാസുര വധവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. സ്ത്രൈന ശക്തിയുടെ പ്രതീകം, തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം, വിദ്യാരംഭം, സംഗീതം, നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ, ഗ്രന്ഥപൂജ, ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകളേറെയാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ദുർഗാപൂജ നടക്കുന്ന കാലം. അവിദ്യയുടെ തമസകറ്റി മനസ്സുകളെല്ലാം വിദ്യ കൊണ്ട് പ്രഭാപൂരിതമാകുന്നു. ലോകത്തിന്റെ മുഴുവൻ അമ്മയാണ് ദേവി. ഇനി ദേവി ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിന്റെ കാതൽ. ആദ്യത്തെ 3 ദിവസം ദുർഗയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും പിന്നീടുള്ള 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജകളും വഴിപാടുകളും നടത്തുന്നത് അതിവിശേഷമാണ്. ഇനി നവരാത്രി വ്രതം പ്രഥമ മുതലാണ് ആരംഭിക്കേണ്ടത്. വ്രതം ആരംഭിക്കുമ്പോഴും ചില ചിട്ടവട്ടങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്നവർ 4-ാം യാമത്തിൽ ഉണർന്ന് ദൈനംദിന കൃത്യങ്ങൾക്ക് ശേഷം 7 തിരിയിട്ട വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത് അതിവിശേഷമാണ്. ലളിത സഹസ്രനാമം ചൊല്ലുന്നതും അത്യുത്തമമാണ്. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികൾ, മുട്ട, ലഹരി വസ്തുക്കൾ, താമ്പൂലം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇനി നിർബന്ധമായും വ്രതം അനുഷ്ഠിക്കുന്നവർ ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ്. ഇനി രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി ദേവി പൂജ ചെയ്യുന്നതും അതിവിശേഷമാണ്. ഇനി നവരാത്രി ദിവസം ദേവി പൂജ ചെയ്യുന്നതിന് ദുർഗാദേവിയുടെ ഒരു ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത്യുത്തമമാണ്.
ഇനി ദുർഗാദേവിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെയോ സരസ്വതി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും അതുപയോഗിച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക. അതിനുശേഷം ചുവന്ന പുഷ്പങ്ങളോ അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ കൊണ്ടോ അലങ്കരിക്കാവുന്നതാണ്. ഒരു മരപ്പലകയിലോ അല്ലെങ്കിൽ പീഠത്തിലോ ഒരു പട്ട് വിരിച്ചതിന് ശേഷം അതിനു മുകളിലായി ദേവിയുടെ ഫോട്ടോ വെക്കാവുന്നതാണ്. ഇനി ഫോട്ടോ വെക്കുമ്പോൾ പട്ടിന് മുകളിൽ കുറച്ച് പച്ചരി നിരത്തി അതിന് മുകളിലാണ് ഫോട്ടോ വെക്കേണ്ടത്. ദേവിയുടെ ഫോട്ടോ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം ആദ്യം വിളക്ക് കൊളുത്തി ധൂപദീപ ആരതി കൊടുക്കുക. പിന്നീട് നൈവേദ്യം സമർപ്പിക്കാവുന്നതാണ്. നവരാത്രി ദിവസം രാവിലെയും വൈകിട്ടും ലളിത സഹസ്രനാമം മുടങ്ങാതെ ജപിച്ചാൽ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി നമുക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരുവാൻ നവരാത്രി ദിവസം അഖണ്ഡ ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അഖണ്ഡ ദീപം എന്നാൽ ഈ 9 ദിവസവും അണയാതെ കൊളുത്തുന്ന ദീപമാണ് അഖണ്ഡ ദീപം. അഖണ്ഡ ദീപം കൊളുത്തി ആ വിളക്കിനെ ദുർഗാദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി ഈ 3 ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി നമുക്ക് ലഭിക്കുകയും സകല സൗഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുന്നതുമാണ്. ഇനി ഈ അഖണ്ഡ ദീപം എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് നോക്കാം. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ 9 ദിവസം, 7 ദിവസം, 5 ദിവസം അല്ലെങ്കിൽ അവസാനത്തെ 3 ദിവസമായും അഖണ്ഡ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരിക്കൽ വിളക്ക് കൊളുത്തിയാൽ വ്രതം തീരുന്നതുവരെ വിളക്ക് അണയാതെ നോക്കേണ്ടതാണ്. അഖണ്ഡ ദീപം കൊളുത്തുവാൻ എപ്പോഴും മൺവിളക്കാണ് നല്ലത്. കുറച്ച് വലിയ മൺവിളക്ക് വാങ്ങി തലേ ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് വെക്കുക. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ എണ്ണ ഒരുപാട് ചിലവാകില്ല. പിന്നീട് പിറ്റേ ദിവസം വെള്ളത്തിൽ നിന്നും ഈ മൺവിളക്കെടുത്ത് നല്ലതുപോലെ തുടച്ചെടുക്കുക. അതിനുശേഷം മൺവിളക്കിൽ നല്ലതുപോലെ മഞ്ഞൾ പൂശുക. പിന്നീട് മൺവിളക്കിലും വിളക്ക് വെക്കുന്ന തട്ടത്തിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെക്കുക. പിന്നീട് വിളക്ക് വെക്കുന്ന തട്ടത്തിൽ പച്ചരിയോ അല്ലെങ്കിൽ നെല്ലോ നിറയ്ക്കുക. 3 പിടി അല്ലെങ്കിൽ 5 പിടി എന്ന കണക്കിൽ വേണം തട്ടത്തിൽ പച്ചരിയോ അല്ലെങ്കിൽ നെല്ലോ നിറയ്ക്കുവാൻ. പിന്നീട് അതിനു മുകളിലായി മൺവിളക്ക് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം തിരി ഇടാവുന്നതാണ്. ഇനി തിരി ഇടുമ്പോൾ കുറച്ച് നീളത്തിലുള്ള തിരിയാണ് ഇടേണ്ടത്. കാരണം 9 ദിവസം ഈ വിളക്ക് കത്തി നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പമുള്ള തിരി ഇടുക. തിരി ഇട്ടതിന് ശേഷം വിളക്ക് കൊളുത്താവുന്നതാണ്. ഇങ്ങനെ കത്തിക്കുന്ന ഈ വിളക്ക് എത്ര ദിവസമാണോ നിങ്ങൾ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുവരെയും അണയാതെ നോക്കേണ്ടതാണ്. നവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ 9 ദിവസവും നമ്മുടെ വീട്ടിൽ പൂജ ചെയ്യുന്നതിലൂടെ വീട്ടിൽ സകല ഐശ്വര്യങ്ങളും ദേവി കടാക്ഷവും വന്നു ചേരുന്നതാണ്. ഇനി വ്രതം ആരംഭിക്കുന്ന ദിവസം മുതൽ തന്നെ അഖണ്ഡ ദീപം കൊളുത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. ഒക്ടോബർ 3-ാം തീയതി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ അഖണ്ഡ ദീപം കൊളുത്താവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ അവസാനത്തെ 7 ദിവസമായോ അല്ലെങ്കിൽ 5 ദിവസമായോ അല്ലെങ്കിൽ അവസാനത്തെ 3 ദിവസമായിട്ടാണ് അഖണ്ഡദീപം നിങ്ങൾക്ക് കൊളുത്തുവാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏത് ദിവസമാണ് വിളക്ക് കൊളുത്തുന്നതെങ്കിലും അന്നു മുതൽ വിളക്ക് അണയാ ദീപമായി കത്തേണ്ടതാണ്. നവരാത്രി വ്രതം ആചരിക്കുന്നതിനോടൊപ്പം തന്നെ ദുർഗാ പൂജ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വിദ്യയും നല്ല ആരോഗ്യവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. കൂടാതെ ശത്രുദോഷം ഇല്ലാതാകുകയും ജീവിതത്തിൽ എല്ലാ മേഖലയിലും വിജയം ഉണ്ടാകുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി നവരാത്രി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ദുർഗാദേവിയെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. നവരാത്രി ദിവസങ്ങളിൽ എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ശ്രീരാമരക്ഷാ സ്തോത്രം പാരായണം ചെയ്യാവുന്നതാണ്. എത്ര വലിയ രോഗങ്ങളും ഭയവും ഇല്ലാതാകുവാൻ ശ്രീരാമരക്ഷാ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. കൂടാതെ കുടുംബത്തോടൊപ്പം വീട്ടിൽ ദേവീ സങ്കീർത്തനം ചൊല്ലുന്നതും നല്ലതാണ്. നവരാത്രി ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നതിനു വേണ്ടി നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ വെറ്റിലയിൽ കുങ്കുമം പുരട്ടി അത് ദുർഗാദേവിക്ക് സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇതുകൂടാതെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും പോസിറ്റീവ് എനർജി നിറയുകയും കൂടാതെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നതുമാണ്. നവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർ ഒക്ടോബർ 2-ാം തീയതി അമാവാസിക്ക് ഉച്ചയ്ക്ക് ഒരിക്കലോടുകൂടി വ്രതം അനുഷ്ഠിക്കുവാൻ ആരംഭിക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിൽ ദേവീ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ 9 ദിവസവും വീട്ടിൽ നോൺ വെജ് ഉപയോഗിക്കുവാൻ പാടില്ല. ചിട്ടയായ രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് ദേവിയെ പൂജിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. കൂടാതെ ദുർഗാദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഈ നവരാത്രി ദിവസങ്ങളിൽ വ്രതമെടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ദുർഗാദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.